അവിടെ നിന്ന് ശരിക്കും പൊട്ടിക്കരഞ്ഞ്. കാരണം അത് ആരോടും പറയാൻ ഷെയർ ചെയ്യാനും പറ്റില്ലായിരുന്നു. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണത്. യെസ്. ആ സമയത്ത് ഇതിൻ്റെ ബാലൻസ് ക്യാഷ് നമ്മൾ കൊടുത്തു. ടോട്ടൽ 18 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രൊഡക്റ്റും പൊട്ടിച്ച് നോക്കുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും കണ്ട പ്രൊഡക്റ്റും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റും ഒരുപാട് ഡിഫറൻസ്. ക്വാളിറ്റി മോശമാണ്. ക്വാളിറ്റി മോശം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 100% ഈ നമ്മുടെ ഏജൻസി എല്ലാം നഷ്ടപ്പെടും. കസ്റ്റമറും പോകും. ഞങ്ങൾ ആകെ സ്റ്റക്കായി. എന്ത് ചെയ്യും? കാരണം ഇത് പിന്നെ യൂസ് ഞങ്ങൾ തിരിച്ച് രാവിലെ തന്നെ വണ്ടി എടുത്ത് ബാംഗ്ലൂർ പോയി. വണ്ടി എടുത്ത് പോയി സംസാരിച്ചു. ഇത് ഞങ്ങൾക്ക് കയ്യിൽ ഞങ്ങൾ സാധനം റിട്ടേൺ വിടുന്നത് ഞങ്ങൾ വണ്ടി വിളിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വേണ്ട പറഞ്ഞു. അവൻ എനിക്ക് തരാം ക്യാഷ് ഞാൻ ഒരിക്കലും തരില്ല. കുറേ സംസാരിച്ചിട്ടൊന്നും അവൻ സമ്മതിക്കില്ല. രാവിലെ മുതൽ ഉച്ചവരെ അവിടെ നിന്ന് അവൻ സ്വഭാവം മാറി തുടങ്ങി. അവസാനം ഞങ്ങൾ തല്ലാൻ നിന്നു. ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ അടിക്കും എന്നൊക്കെ പറയും. അവസാനം ഞങ്ങൾ ഇവൻ പറഞ്ഞു പോരാ വേണ്ട ഒഴിവാക്കി. ടോട്ടൽ എത്ര ലക്ഷം രൂപയുടെ സാധനമാണ്? 18 ലക്ഷം രൂപ സാധനം. ആ പൈസ പോയി. സങ്കടമായി. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവം കസ്റ്റമറിന് സാധനം കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ബാംഗ്ലൂർ തന്നെ പോയില്ല. അപ്പോൾ ബാംഗ്ലൂർ റൂം എടുത്ത് അവിടെ നിന്ന് ശരിക്കും പൊട്ടിക്കരഞ്ഞ്. കാരണം അത് ആരോടും പറയാൻ ഷെയർ ചെയ്യാനും പറ്റില്ലായിരുന്നു. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണത്. അത് ഞങ്ങൾക്ക് നല്ലൊരു എമൗണ്ട്, അന്നത്തെ സമയത്ത് അത് വലിയൊരു എമൗണ്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം അത്ര റിസ്ക് എടുത്തുണ്ടാക്കിയ ക്യാഷ്.